പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. ഒരച്ഛൻ ഒരു സ്ത്രീയുമായി കാറിനുള്ളിൽ ലൈംഗിക വീഴ്ച നടത്തി ആളുകൾ കണ്ടെത്തി അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്ത. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവബോധം മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത വായിച്ച് കേൾപ്പിച്ചിട്ട് നമുക്ക് തുടരാം. ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ യുവതിയുമൊത്ത് അനാശാസ്യത്തിലേർപ്പെട്ട വൈദികനെയും യുവതിയെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെ ചാലക്കുടി ക്രിസന്റ് സ്കൂളിന് മുൻവശത്തായിരുന്നു സംഭവം. എറണാകുളം ഉദയംപേരൂർ സ്വദേശിയായ 34-കാരനായ വൈദികനാണ് ആലുവ കിഴക്കമ്പലം സ്വദേശിയായ യുവതിയോടൊപ്പം പിടിയിലായത്. ദേശീയപാതയോരത്തെ സർവീസ് റോഡിൽ ഏറെ നേരമായി നിർത്തിയിട്ടിരുന്ന മാരുതി കാറിനുള്ളിൽ അസ്വാഭാവികമായ രീതിയിൽ അനക്കം കണ്ടതിനെ തുടർന്ന് സമീപവാസികളായ നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ അനശാസ്യ പ്രവർത്തനം നടക്കുന്നതായി കണ്ടത്. നാട്ടുകാർ ഉടൻ തന്നെ വിവരം ചാലക്കുടി പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം കാറിലുണ്ടായിരുന്ന ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് യുവാവ് വൈദികനാണെന്ന വിവരം പുറത്തുവരുന്നത്. പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ അശ്ലീല പ്രവർത്തികൾ ഏർപ്പെട്ടതിനും അപമര്യാദയായി പെരുമാറിയതിനും ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകളും കേരള പോലീസ് ആക്ടിലെ വകുപ്പുകളും പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മാരുതി കാർ പോലീസ് തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്രയിലെ അനാഥാലയത്തിലെ ചുമതലക്കാരനാണ് പിടിയിലായ വൈദികൻ. സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി നാട്ടിലെത്തിയ ഈ സമയത്തിനിടയിലാണ് ഇയാൾ യുവതിയുമായി സൗഹൃദത്തിലാകുന്നത്. മലപ്പുറം ജില്ലയിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജീവനക്കാരിയായ യുവതി ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു. തുടർന്ന് ഇരുവരും ചാലക്കുടിയിൽ ഒത്തുചേരുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വൈദികൻ ഉൾപ്പെട്ട കേസായതിനാൽ ക്രിമിനൽ നടപടികൾക്ക് പുറമെ സഭയുടെ ഭാഗത്തുനിന്നുള്ള കാനൂനിക നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ഇത്തരം പ്രവൃത്തി ഇത്തരം പ്രവൃത്തികളെ ഒരു സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വൈദികൻ എന്ന് പറഞ്ഞ കാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ കാറിൻ്റെ അകത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു പ്രായമായ ആളുകൾ കൺസെൻഷ്യൽ സെക്സിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ അതിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതായത് ഞാൻ ചോദിച്ചിരിക്കുന്നത് എ പേഴ്സൺ സെക്സ് വിത്ത് വുമൺ ഇൻ ദ കാർ ഈസ് എനി വയലേഷൻ ഓഫ് ലോ ഇൻ ഇന്ത്യ എന്നാണ് ഞാൻ ഈ ഗൂഗിൾ ചോദിച്ചത്. ആ ചോദിച്ചതിന് പറഞ്ഞേക്കുന്നത് ഇൻ ഇന്ത്യ ഹാവിങ് കൺസെഷണൽ സെക്സ് ഇൻ കാർ ഈസ് നോട്ട് ഇല്ലീഗൽ ഇഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആർ അഡൾട്ട് ബട്ട് ഇറ്റ് ക്യാൻ ബി എ വയലേഷൻ ഓഫ് ലോ ഇഫ് ദ വെഹിക്കിൾ ഈസ് പാർക്ക്ഡ് ഇൻ എ പബ്ലിക് ഓർ വിസിബിൾ ഏരിയ. The legality of the situation depends entirely on privacy and consent. അതായത് ഒരു പ്രൈവറ്റ് കാർ എന്ന് പറയുന്ന ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ അത് പബ്ലിക് പ്ലേസിൽ കിടക്കുമ്പം പബ്ലിക് പ്ലേസിലാണെങ്കിലാണ് അത് കുറ്റകരമാകുന്നത്. അതിൻ്റെ അത് പറയുന്ന പബ്ലിക് ഇൻഡീസൻസി ഇഫ് ദ കാർ ഈസ് പാർക്ക്ഡ് ഇൻ എ പബ്ലിക് ഓർ സെമി പബ്ലിക് പ്ലേസ് ലൈക്ക് എ സ്ട്രീറ്റ്, എ സെക്ലൂഡഡ് പബ്ലിക് പാർക്കിംഗ് ലോട്ട് ഓർ എ ബീച്ച് and the act is visible or causes anyone to others it is considerable punishable offense. അതായത് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് ഈ കാറ് ഒരു പബ്ലിക് പ്ലേസിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ ഈ ഇത്തരം ഒരു പ്രവർത്തികൾ ചെയ്താൽ അതൊരു വിസിബിൾ ആണെങ്കിൽ കാർക്ക് കാണാവുന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ കോസ് എനിവൺ അനോയിങ് ടു അതേഴ്സ്, അതായത് ഒരാൾ മറ്റൊരാൾക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ ഓപ്ഷൻസ് അയാളുടെ അശ്ലീലം കാണത്തക്ക രീതിയിൽ ചെയ്തു കഴിഞ്ഞാലാണ് അത് പബ്ലിക്കലി അത് തെറ്റായിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് പബ്ലിക് പ്ലേസിലാണ് എന്നുള്ള നിലയ്ക്ക് ഈ സംഭവം നടന്നേക്കുന്നത് ഒരു പാതയോരത്താണ്. അത് വേണമെങ്കിൽ അത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പാതയോരത്ത് കിടക്കുന്ന കാറിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്തിനാണ് ആളുകൾ ഉണിഞ്ഞു നോക്കാൻ അങ്ങോട്ട് പോകുന്നത്? ഈ കാറിനകത്ത് എങ്ങനെയാണ് വിസിബിലിറ്റി ഉണ്ടാകുന്നത്? ഒരാളെ അനോയ് ചെയ്യുന്ന വിസിബിലിറ്റി എങ്ങനെ? ഈ കാർ അനങ്ങുന്നതല്ലാതെ എങ്ങനെയാണ് ഒരാളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ച അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് ആളുകൾ അവരുടെ ഈ സെക്സിൻ്റെ ദാരിദ്ര്യം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പം വളരെ ആങ്സൈറ്റിയോടുകൂടി വളരെ
കാണാനുള്ള ഒരു വലിയ ഉൾപ്രേരണയോട് കൂടി പോകുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ വൈദികൻ ചെയ്തു എന്നുള്ള നിലയ്ക്കല്ല, ഞാനൊരു വൈദികൻ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. ഏത് വൈദികനാണെങ്കിലും ഞാനൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ ഒരു കൺസെഷണലായിട്ടുള്ള ഒരു പ്രായം പൂർത്തിയായ ഒരു സ്ത്രീയായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല നിയമത്തിൻ്റെ മുമ്പിൽ. ആ നിയമത്തിന് മുമ്പിൽ കുറ്റകരമല്ലാത്ത കാര്യം അയാളൊരു പ്രൈവറ്റ് പ്ലേസിൽ അയാളുടെ കാറിൽ അത്ര ഒരു പബ്ലിക് പ്ലേസ് ചെയ്തു എന്ന് പറയുന്നത് വേണം നിയമത്തിൻ്റെ പോയിന്റിൽ കുറ്റകരമാണ്. മറിച്ച് ഇത് പോയി കാണാൻ പോകുന്ന ആളുകളുടെ മനോഭാവത്തിൻ്റെ പ്രശ്നത്തോടെ കൂടിയുണ്ട്. ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു കാർ കിടക്കുന്നു, ആ കാർ അനങ്ങുന്നത് കൊണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അവിടെ എന്തറിയാനാണ് ഇവർ പോകുന്നത്? എന്ത് ആങ്സൈറ്റിയാണ് ഇവർക്കത് കാണാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടതുണ്ട്. ഇത് വൈദികൻ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ഞാൻ കാണാറുള്ളത്. അല്ലാതെ വൈദികന് ഞാനൊരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫാലിബിലിറ്റി ഉള്ള ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുള്ള ആളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് മറ്റൊരു വ്യത്യാസമുള്ള ആളായിട്ട് ഞാനൊരു വൈദികനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദികർക്ക് ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വരുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഈ വൈദികർ ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് അത് വിശ്വാസികൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ പറയട്ടെ, അല്ലാതെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ആളുകളുടെയും ജോലിയല്ല ഇത് പറയേണ്ടത്. കാരണം നാട്ടിൽ നടക്കുന്ന ആളുകൾ ഈ വൈദികനുമായിട്ട് എന്താണ് കമ്മിറ്റ്മെൻറ്റ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഇസ്ലാമിക പ്രീസ്റ്റ് ഇവർ ഏതെങ്കിലും ഒരാളുമായിട്ട് ഒരു സ്ത്രീയായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത്? ആ തെറ്റ് കാണാൻ പോകുന്നല്ലേ തെറ്റ്. മറിച്ച് ഇവിടെ തെറ്റുണ്ട്. ഇപ്പോൾ റോബിനെ പോലെയുള്ള വൈദികർ മൈനറായിട്ടുള്ള ഒരു കുട്ടിയുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. അത് ക്ലിയർ വയലേഷൻ ഓഫ് ലോ ആണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് പോലീസ് ഷുഡ് ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ഹിം. അത് നമുക്ക് മനസ്സിലാവും, അത് ചെയ്യണം. കാരണം വെച്ചാൽ മൈനറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻറ്റിമിഡേഷൻ നടത്തിയോ ഒരു സ്ത്രീയെ അവരുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചോ മറ്റേതെങ്കിലും കാരണത്താൽ ഒരു ഇൻറ്റിമിഡേഷൻ നടത്തിയ ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുകയാണെങ്കിൽ കുറ്റകരമാണ്. അത് നടപടി സ്വീകരിക്കണം. അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ടതാണ്. മറിച്ച് യാതൊരു ഇൻറ്റിമിഡേഷനും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ ഒരു സ്ത്രീയായിട്ട് ഒരു വൈദികൻ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് നിയമപരമായി കുറ്റകരമാകുന്നത്? അതിലാകെ ഇയാൾ ചെയ്യുന്ന കാര്യം വിസിബിൾ ആണെങ്കിലോ മറ്റാരെങ്കിലും അനോയ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ അകത്ത് നിയമപരമായ പ്രശ്നമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇത് ആരെങ്കിലും അനോയ് ചെയ്തിട്ടാണോ? ഇത് അനോയ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറഞ്ഞത് ഈ കാർ അനങ്ങുന്നത് കണ്ടുകൊണ്ട് ആളുകൾ അങ്ങോട്ട് ചെന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നഗ്നത കാണുകയോ അല്ലെ ഓപ്സിൻ കാണുകയോ അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇവർ അനോയ് ചെയ്യുകയോ ചെയ്തിട്ടല്ല. ആളുകൾ പാതയോർത്ത് കിടന്ന കാറിൻ്റെ അടുത്ത് അനക്കം കണ്ടുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിൽ ഇത് വയലേഷൻ അല്ല. അതിൻ്റെ കാരണം ഇത് അയാളുടെ നഗ്നത കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരെങ്കിലും അനോയ് ചെയ്യാൻ, ആരെങ്കിലും ശല്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവിടെ ആളുകൾ അങ്ങോട്ട് ചെന്ന് കണ്ടെത്തി എന്നാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മനോഭാവമാണിത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ക്യൂരിയോസിറ്റി, എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അതോടൊപ്പം ഇങ്ങനൊരു സംഭവത്തിൽ കിട്ടിയ ഞാൻ മാന്യനും മറ്റോ മോശക്കാരനുമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ആളുകളുടെ, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന് വരുത്തിക്കാനുള്ള ഒരു ശ്രമമാണിത്. അതുകൊണ്ട് ഒരു വൈദികനാണ് എന്നുള്ളതുകൊണ്ട് അയാളെ ഈ തരത്തിൽ പീഡിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ സ്ത്രീക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വൈദികനുമായ അയാളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അയാൾക്കും അതിൻ്റെ അയാളുടെ പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള മനോഭാവം ആളുകൾക്കുണ്ടാകണം. പിന്നെ ഈ വൈദികൻ ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തു. അയാൾ സെലിബസി കീപ്പ് ചെയ്യേണ്ട ആളാണ്, ബ്രഹ്മചര്യം കീപ്പ് ചെയ്യേണ്ട ആളാണ്, അല്ലെങ്കിൽ അയാൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലാത്തതാണെന്നുള്ള സഭയുടെ നിയമമാണ്. അത് രാജ്യത്തിൻ്റെ നിയമമല്ല. അപ്പോൾ സഭയുടെ നിയമം അയാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഭക്കാരാണ് അന്വേഷിക്കുന്നത്, അയാളുടെ വിശ്വാസികളാണ്. കാരണം അയാൾക്ക് ഉപ്പും ചോറും കൊടുക്കുന്നത് സഭയിലെ ആളുകളാണ്, അല്ലാതെ ഈ നാട്ടിലെ ആളുകളല്ല. നാട്ടിലെ മുഴുവൻ റോഡിൽ കൂടെ നടക്കുന്ന ആളുകളും അയാളുടെ മുകളിൽ യാതൊരു റോഡും ഇല്ല. അപ്പോൾ ആ ഉപ്പും ചോറും കൊടുക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാനൊരു വിശ്വാസി അല്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഒരു വിശ്വാസി അല്ലാത്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ വിശ്വാസി അല്ലാത്ത അദ്ദേഹത്തിൻ്റെ വിശ്വാസ സഭയിൽ പെടാത്ത ആളുകൾക്ക് ഇയാളുടെ ഈ പറഞ്ഞ പ്രവൃത്തിയെ ഏത് തരത്തിലാണ് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്നത്? അയാൾ നിയമം നിഷേധിക്കാത്തടത്തോളം കാലം ആർക്കെങ്കിലും അയാൾക്കെതിരെ അയാൾ നിയമം നിഷേധിക്കാത്തടത്തോളം കാലം അയാൾക്കെതിരെ ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല. ഇവിടെ നിയമനിഷേധം നടന്നെന്ന് പറയുന്നത് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആളുകൾ പോയി നോക്കിയാണ് ഈ നിയമനിഷേധനം എന്ന് കണ്ടെത്തിയത്. അല്ലാതെ അയാളുടെ ഒരു നഗ്നത കാണിച്ചോ അയാൾ ആരെങ്കിലും ശല്യം ചെയ്തിട്ടല്ല. അതുകൊണ്ട് മനുഷ്യരുടെ മനോഭാവമാണ് ഇതിൻ്റെ അകത്ത് മാറേണ്ടത്. വൈദികനെ മനുഷ്യരായിട്ട് കാണണം. ഇനി അദ്ദേഹത്തിൻ്റെ സെലിബസി അദ്ദേഹം ബ്രേക്ക് ചെയ്തു, അല്ലെ അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് സഭയിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് അയാൾ ബ്രേക്ക് ചെയ്തെങ്കിൽ അത് സഭക്കാർ നടപടി എടുക്കട്ടെ, അല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ്റെ അത് കാര്യമില്ല. നാട്ടുകാർ ഒരു മനുഷ്യൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നതിന് ഒരു പരിധി സ്വയം കണ്ടെത്തേണ്ടതാണ് ഓരോരുത്തരും. കാരണം മറ്റു മനുഷ്യനും അവൻ്റെ പ്രൈവസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ അച്ഛൻ്റെ ആ പ്രൈവസിയിലേക്ക് കടന്നു കയറിയ ആളുകളാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കുറ്റക്കാർ. അതുകൊണ്ട് ഭാവിയിൽ പോലീസാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ചെയ്യേണ്ട കാര്യം ഇത്തരം കാര്യങ്ങളിൽ
ഒരു മനുഷ്യൻ്റെ പ്രൈവസിയെ ബഹുമാനിക്കാൻ മറ്റൊരു മനുഷ്യനെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം ആളുകളുടെ പേരിൽ ഇങ്ങനെ വന്ന് ആളുകളെ ഈ കാറിൽ ഇരുന്ന മനുഷ്യരെ ശല്യം അങ്ങോട്ട് പോയി കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കുമ്പം പോലീസ് ഈ ജനങ്ങളോടും തന്നെ പറയേണ്ടതാണ്, അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. അത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അനോയ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് ഇടപെടേണ്ടുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് അവരുടെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യാനുള്ള, അവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾക്കുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും പോലീസിനുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ വൈദികൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ്. അയാൾ ഒരു സാധാരണ മനുഷ്യനാണ്. ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടെത്തി ഇയാളെ നിയമ നടപടിക്ക് വിധേയരാക്കിയ ആളുകൾ എല്ലാം തന്നെ വിശുദ്ധന്മാരാണെന്നും കൂടി അന്വേഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം വരുന്ന ഒരു പ്രശ്നങ്ങളില്ലാത്തവരാണെന്നും കൂടി അന്വേഷിക്കണം. അതുകൊണ്ട് ഈ വൈദികൻ്റെ പ്രവൃത്തിയെ ആ വൈദികൻ്റെ വിശ്വാസികൾ തെറ്റോ ശരിയെന്ന് വിധിക്കട്ടെ, മറിച്ച് സമൂഹം അത് തെറ്റോ ശരിയാണെന്ന് വിധിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒരു നിയമത്തിൻ്റെതായ വയലേഷൻ നടന്നിട്ടില്ല. വയലേഷൻ ഉണ്ടായി എന്ന് അവിടെ ചെന്ന് കണ്ടുകൂടിയ ആളുകളാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻ ആളുകൾ കാണിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുന്നത് നന്നാവും. അതുപോലെ വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്താൻ അദ്ദേഹത്തിൻ്റെ സഭക്കാരാണ് ശ്രമിക്കേണ്ടത്. അവർ നടപടി എടുക്കാതിരിക്കുകയാണ്. കാരണം അവരാണ് ഇദ്ദേഹത്തിന് ശമ്പളം കൊടുത്തും ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സർവീസ് സ്വീകരിക്കുന്ന ആളുകൾ. അത് വിശ്വാസികൾ സംസാരിക്കട്ടെ. ഇത് പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വാസികളല്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ സഭാനുകൂലികളല്ല, അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ദൈവത്തിലോ ആചാരാനുഷ്ഠാനങ്ങളിലോ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുസമൂഹം ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻ കാണിക്കുന്നത് ഭാവി നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നന്ദി. ടോം ജോസ് തടിയമ്പാട്.